ഗൾഫ് രാജ്യങ്ങളിൽ രാവിലത്തെ പ്രതിസന്ധിക്ക് ശേഷം വൈകുന്നേരത്തോടുകൂടി പ്രശ്നം പരിഹരിക്കുമെന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ഒരു പ്രതീക്ഷ. പക്ഷേ വൈകുന്നേരമാകുമ്പോൾ ആ ആശങ്ക വർദ്ധിക്കുകയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് വീണ്ടും അടുത്ത ദിവസങ്ങളിലും തടസ്സപ്പെടുമെന്നുള്ള മുന്നറിയിപ്പോടുകൂടി അല്ലെങ്കിൽ വിശദീകരണത്തോടുകൂടി പ്രവാസികളുടെ ആശങ്ക വീണ്ടും ഇരട്ടിക്കുകയാണ്. UAE-യിൽ നിന്ന് യാത്ര ചെയ്യേണ്ടിരുന്ന ഇന്ത്യയിലേക്കുള്ള 13 സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. അതിൽ 11 സർവീസുകളും കേരളത്തിലേക്കാണ്. ദുബായിൽ നിന്നുമുള്ള 6 സർവീസുകൾ, ഷാർജയിൽ നിന്നുമുള്ള 3 അബുദാബിയിൽ നിന്നും 2 സർവീസുകൾ, അതോടൊപ്പം തന്നെ റാസൽ ഖൈമയിൽ നിന്നുമുള്ള സർവീസ്. ഇത്രയും സർവീസുകളാണ് കേരളത്തിലേക്കുള്ളതും മറ്റ് അയൽ സംസ്ഥാനങ്ങളിലേക്കുമുള്ള സർവീസുകൾ ഇന്ന് റദ്ദാക്കിയത്. ഇതുപോലെ തന്നെ ഒമാനിൽ നിന്നുമുള്ള 3 സർവീസുകൾ, മസ്കറ്റ് വിമാനത്താവളത്തിൽ നിന്നുമുള്ള 3 സർവീസുകൾ റദ്ദാക്കി. ബഹ്റൈൻ, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഓരോ സർവീസുകൾ റദ്ദാക്കി. സൗദി അറേബ്യയിലെ 3 വിമാനത്താവളങ്ങളിൽ നിന്ന് ജിദ്ദ, ദമാം, റിയാദ് ഈ 3 വിമാനത്താവളങ്ങളിൽ നിന്നുമുള്ള സർവീസുകൾ റദ്ദാക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടായി. ഇങ്ങനെ ആയിരക്കണക്കിന് യാത്രക്കാരാണ് വിവിധ വിമാനത്താവളങ്ങളിൽ ഇന്ന് പുലർച്ചെയും ഉച്ചവരെയും പെട്ടുപോയത്. അതിനുശേഷം ഇത് സമരത്തെ തുടർന്നാണെന്നുള്ള വിശദീകരണത്തോടു കൂടി തന്നെ യാത്രക്കാരൊക്കെ തിരിച്ചുപോയി. പലർക്കും 10-ാം തീയതിയൊക്കെയാണ് ടിക്കറ്റ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ വീണ്ടും നാളെ മുതൽ സർവീസ് ഇതുപോലെ തന്നെ ബാധിക്കുമെന്നുള്ള മുന്നറിയിപ്പ് വരുന്നതോടുകൂടി ഇവരുടെ യാത്രകളൊക്കെ കൃത്യമായി നടക്കുമോ എന്നുള്ള ആശങ്കയുണ്ട്. ഗർഭിണികൾ, കുട്ടികൾ, അതോടൊപ്പം തന്നെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ട ആളുകൾ, ഇവരുടെ ഒക്കെ തന്നെ സർവീസുകൾ മുടങ്ങി. മാത്രമല്ല 10,000 ഇന്ത്യൻ രൂപയ്ക്കൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നവരുണ്ട്. ഇപ്പോൾ അതേ ടിക്കറ്റിന് 35,000-ഉം അതിന് മുകളിലും ഒക്കെ കൊടുക്കണം. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് മറ്റൊരു ദിവസം ടിക്കറ്റ് എടുത്ത് പോവുക എന്ന് പറയുന്നത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചിന്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഏതായാലും വലിയ പ്രതിസന്ധിയിൽ ആണ് പ്രവാസികൾ ഉള്ളത്. ഇക്കാര്യത്തിൽ ഇനി കേന്ദ്രത്തിന്റെ ഇടപെടലോ മറ്റ് തീരുമാനങ്ങളോ ഒക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്.